ഈ ആഴ്ചയിൽ രേണു സുധിയുടെ തലയിലെ പേനാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് ഹായ് പറഞ്ഞേ. അപ്പൊ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രേണു സുധിയുടെ തലയിലെ പെയിനാണ് ഈ ആഴ്ചത്തെ പ്രശ്നം. ആദ്യത്തെ ആഴ്ച അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചതായിരുന്നു. അതിന്റെ കൂടെ പുറത്ത് രേണു സുധി നടത്തിയ ഒരു കോണ്ടന്റ് കയറി അകത്ത് കയറി വൈറലായതാണ്. അതായത് പുറത്തിരുന്നുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ. ഇനി രണ്ടാമത്തെ ആഴ്ച ആ സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് രേണു സുധി മാപ്പ് കൊടുക്കുന്നതായിരുന്നു രണ്ടാമത്തെ ആഴ്ച. ഇതിപ്പോ മൂന്നാമത്തെ ആഴ്ച അനുമോള് പബ്ലിക്കായിട്ട് ഒരു ടാസ്കിന്റെ ഇടയിൽ നമ്മുടെ രേണു സുധിയുടെ തല നിറയെ പെയിനാണ്, വൃത്തിയില്ല എന്ന് പറഞ്ഞതൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടാസ്കിന് ശേഷം രേണു സുധി വളരെയധികം ഇമോഷണൽ ആയിട്ട് അനുമോളോട് നേരിട്ട് പോയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബിന്നിയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് എന്തായാലും തിരിച്ചു പോകണം, എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇവിടേക്ക് വരുന്നതിന് 1 മാസം മുന്നെയാണ് മുടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തത്, അപ്പോൾ ആ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുധി ഒരുപാട് വേദനിക്കുന്നുണ്ട്. പിന്നെ ആ വേദന അത്ര ചില്ലറ വേദനയൊന്നും അല്ല, നല്ല വേദന തോന്നും. പക്ഷേ രേണു സുധിക്ക് അവിടെ ഹൈജീൻ ഇല്ല എന്നതൊരു സത്യം തന്നെയാണ്. കാരണം അത് അനുമോള് പറയുന്നത് കൊണ്ട് മാത്രമല്ല, സരിക ഈ ഒരു അനുമോള് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ എല്ലാവർക്കും മുന്നിൽ, എസ്പെഷ്യലി അക്ബർ ഉണ്ടായിരുന്നു, അക്ബറിന്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് രേണു സുധിയെ അഭിനയിച്ച് കാണിക്കുന്നത് വരെ തലയിൽ ചൊറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ സരികയാണ് ശരിക്കും പറഞ്ഞാൽ ഈ രേണു സുധീനെ വല്ലാത്ത രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ കളിയാക്കി തുടങ്ങിയത് സരികയാണ്. സരികയുടെ ആ വീഡിയോ അനുമോള് ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നിടത്ത് ലാലേട്ടൻ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സരികയ്ക്കൊരു പണി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇന്നും കൂടി ലൈവില്, ഇന്നത്തെ ദിവസം ലൈവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് അവർക്ക് ഓഫ് ഡേ പോലെയാണ്, അവർക്ക് ഇന്ന് അവധിയാണ്, ഇന്ന് ബിഗ് ബോസിന് അവധിയുള്ള ദിവസമാണ് മക്കളെ. അപ്പോൾ ഇന്ന് അതിന്റെ ഇടയിൽ പോലും സരിക, ആദില, അതുപോലെ അക്ബർ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ഈ രേണുവിന്റെ പല്ല് ഇന്ന് പൊഴിഞ്ഞു പോയി കേട്ടോ, ആ കൊഴിഞ്ഞ പല്ല് അത് ഇന്നല്ല, പകരം ആദില ഇന്നാണ് ആ കാര്യം പറയുന്നത്. അതായത് രേണുവിന്റെ പല്ല് അടർന്നു പോയത് കയ്യിൽ വെച്ചിട്ട് ആദിലയെ കാണിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആദില അടുത്തോട്ട് പോയില്ല, പകരം ദൂരെ നിന്നോണ്ട് ആ കണ്ടേ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും രേണു സുധി പറയുന്നുണ്ട് അടുത്ത് വന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദില അങ്ങോട്ട് പോയില്ല. അപ്പോൾ അതിനുശേഷം പറയുന്നതെന്ന് വെച്ചാൽ രേണു സുധി ശരിക്കും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സരിക പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ നമ്മളെ ഓരോന്നും ഇങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, രേണു സുധിക്ക് പോകണം എന്നൊന്നും സത്യത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് രേണു സുധിയെ കുറിച്ച് ഇവർ ഈ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ വേറൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഡിബേറ്റ് ടാസ്ക് രേണു സുധിക്കും ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ള ഡോക്ടർ ബിന്നിക്കും വേണ്ടി കൊടുത്ത സമയത്ത് രേണു സുധിയാണ് അവിടെ വിൻ ചെയ്തത്. പക്ഷേ രേണു സുധി ആ ടാസ്ക് വിൻ ചെയ്തത് ശരിക്കും ഒരു ഹ്യൂമാനിറ്റിയുടെ പേരിലാണോ എന്നൊരു സംശയമുണ്ട്. രേണു സുധി നന്നായിട്ട് സംസാരിച്ചു, ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. ബിന്നി കുറച്ചധികം ഒരു സ്ലോ പേസ് പിടിച്ചു. കാരണം എന്ന് വെച്ചാൽ രേണു സുധിക്ക് വിഷമമാകരുതല്ലോ എന്ന് കരുതിയിട്ട് ഒരു വല്ലാത്തൊരു ടോപ്പിക് ആയി പോയി എന്ന് കരുതി ബിന്നി കുറച്ച് ശ്രദ്ധിച്ചാണ് സംസാരിച്ചത്. എങ്കിലും പേനിന്റെ കാര്യം മാത്രമല്ല, ആള് കുളിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഈ പൗഡറും അതുപോലെ കാര്യങ്ങളൊക്കെ ഒരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം കുറച്ചും കൂടെ കുളിക്കാൻ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ രേണു സുധിയുടെ കാലൊക്കെ ചൊറിഞ്ഞു പൊട്ടിയതായിട്ടും ബിന്നി അവിടെ പറയുന്നുണ്ട്. പിന്നെ ബിന്നി തന്നെയാണ് രേണു സുധിയുടെ കാലിലൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന രേണു സുധി ടാസ്കിൽ നിന്നൊക്കെ കുറെ അധികം വിട്ടു നിൽക്കുന്നത് പുള്ളിക്കാരിക്കുള്ള ഫിസിക്കൽ ഹെൽത്തിന്റെ ഒരു കോൺഫിഡൻസ് കുറവാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നം വന്നാൽ പോലും രേണു സുധി അവിടെ നിന്ന് കുറച്ച് ഡിറ്റാച്ച് ആകാറുണ്ട്. പിന്നെ ആ ഒരു വലിയൊരു ഫിസിക്കൽ ടാസ്ക് ഈ ലാസ്റ്റ് ടൈമിൽ നടന്ന സമയത്ത് പോലും രേണു സുധി എല്ലാവരുടെയും മുകളിലൊക്കെ പോയി ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുന്നൊക്കെ പറയുന്നതല്ലാതെ ശരിക്കും ഒരു നല്ല ഗെയിം കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. അപ്പൊ രേണു സുധിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് ലാലേട്ടൻ ഈ ഒരു സീസണിൽ, ഈ ഒരു എപ്പിസോഡിൽ, ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഒന്നുകിൽ രേണു സുധി പുറത്തു പോകട്ടെ. കാരണം അവർക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അതല്ല, അവർ നല്ലൊരു മത്സരാർത്ഥിയൊക്കെയാണ്, അവരിൽ കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, അവർ ഇനി ബിഗ് ബോസ് സീസൺ 7 നല്ല കുറച്ച് എന്തെങ്കിലും ഒരു കോണ്ടന്റ് തന്നിട്ട് പോകട്ടെ എന്നൊരു കാരുണ്യം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രേണു സുധിക്ക് അതിൻ്റെതായ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഹെയർ ആയിക്കോട്ടെ മറ്റെന്ത് തരത്തിലാണെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബിഗ് ബോസ് തയ്യാറാകുമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ രേണു സുധിയെ കുറിച്ച് പറയുന്ന ഈ ഒരു ആഴ്ചത്തെ പ്രശ്നങ്ങൾ ഹൈജീൻ ആണ്.
ആ ഹൈജീനിന്റെ കാര്യത്തിൽ തലമുടിയിലെ പെയിന്, ഹെയർ എക്സ്റ്റൻഷൻ വഴി ഹെയർ കൊഴിഞ്ഞു പോകുന്നത്, കാലില് കുറച്ച് ചൊറിയും കാര്യങ്ങളും, പിന്നെ പല്ല് പൊഴിഞ്ഞു പോയത്, ഇതൊക്കെ ഈ ഒരു ആഴ്ചയിൽ രേണുസുതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകളാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും വളരെ വേഗം തന്നെ ലാലേട്ടൻ വരുന്നൊരു എപ്പിസോഡ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.